അതിനെതിരെ അതിശക്തമായ നടപടിയെടുത്തുകൊണ്ട് ഈ പെണ്ണുപിടിയനായ തെമ്മാടിക്ക് അർഹമായ ശിക്ഷ അന്ന് കൊടുക്കേണ്ടതിന് പകരം ആസ്മയൊക്കെയുള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. ഇതിൽ വളരെ തുടക്കം മുതൽ തന്നെ പാർട്ടി വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് ധാർമ്മികമായി തുടരുന്നതിന് 1% പോലും യോഗ്യനല്ല. ഇത്രയും പെട്ടെന്ന് പാലക്കാട്ടെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചൊഴിയണം. ഇത് തന്നെയാണ് BJPയുടെ സ്റ്റാൻഡ്. രാഹുൽ മാങ്കൂട്ടത്തിലോ കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും പ്രതിനിധികളോ ഈ പറഞ്ഞ ഓഡിയോ വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെതിരെ കോടതിയിലേക്ക് പോകാൻ തയ്യാറായിട്ടുണ്ടോ? നിയമ നടപടിയിലേക്ക് പോകാൻ തയ്യാറായിട്ടുണ്ടോ? മാനനഷ്ട കേസ് എന്തുകൊണ്ട് ഫയൽ ചെയ്തിട്ടില്ല? വന്ന വാട്സപ്പ് ചാറ്റുകളും ഇൻസ്റ്റഗ്രാം ചാറ്റുകളും ഓഡിയോ മെസ്സേജുകളും വോയിസ് നോട്ടും എല്ലാം വ്യാജമാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ നിയമ നടപടിയെടുത്തില്ല? എന്തുകൊണ്ട് മാനനഷ്ട കേസിന് പോയില്ല എന്ന് പറയുവാനായിട്ട് കോൺഗ്രസിന്റെ പ്രതിനിധി തയ്യാറാവണം. ഈ ഓഡിയോ നോട്ടെല്ലാം പരിശോധിക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങളെല്ലാം പരിശോധിക്കണമെന്നാണ്. ഇത് പരിശോധിക്കുവാനുള്ള എന്തെങ്കിലും മെഷീൻ കോൺഗ്രസ് പാർട്ടിയുടെ കയ്യിലുണ്ടോ? വിവരം കിട്ടിയിട്ടുണ്ട്. എന്ത് പറ്റിയടാ? ഇയാൾ പരിശോധിക്കട്ടെ എന്നാ പറയുന്നത്. എന്ത് പരിശോധിക്കട്ടെ എന്നാ പറയുന്നത്? സമയമുണ്ടല്ലോ. ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചില്ലെന്ന് പറയുന്നത്. യൂത്ത് കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുവാൻ ഇത് കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര വിഷയമല്ല മിസ്റ്റർ. ഇന്ന് വന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ എറണാകുളത്ത് ഒരു നേതാവിന്റെ വോയിസ് നോട്ട് കേൾക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ പാർട്ടിയിൽ തന്നെ പെട്ട KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകർക്ക് ഇദ്ദേഹത്തിന്റെ MLAയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള വോയിസ് മെസ്സേജുകൾ ലഭിച്ചിട്ടുണ്ട്, ഇതുപോലുള്ള ചാറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. അവർ സംഘടനാ പ്രവർത്തനം തന്നെ അവസാനിപ്പിച്ചു പോയെന്നാണ് പറയുന്നത്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ള പ്രവർത്തകർക്ക് പോലും ഇദ്ദേഹത്തിൽ നിന്ന് അഭയം ലഭിക്കുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞു ഇവർ ആരോടൊക്കെയോ പരാതി പറഞ്ഞെന്ന് പറഞ്ഞു. ഇവർ ആരോടാ പരാതി പറഞ്ഞത്? ആരോടൊക്കെയോ അല്ല പരാതി പറഞ്ഞത്. അവർ അവരുടെ സംഘടനയിലെ പ്രതിപക്ഷ നേതാവിനോട്, അന്നത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിൽ ഇവരോട് പരാതി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഷാഫി പറയുന്നുണ്ട് എന്നോട് പരാതി പറഞ്ഞിട്ടില്ല എന്ന്. അങ്ങനെ ഷാഫിയുടെ പേര് അനാവശ്യമായി ഇതിനകത്ത് വലിച്ചടച്ചുവെങ്കിൽ ഇത്തരത്തിൽ ഷാഫി പറമ്പലിനോട് പരാതി പറഞ്ഞു എന്ന് പറഞ്ഞവരോട് എന്തുകൊണ്ട് ഷാഫി നിയമ നടപടിയായിട്ട് പോകുന്നില്ല? അപ്പൊ എന്തെങ്കിലും പറഞ്ഞു പോകുന്നതുകൊണ്ട് കാര്യമില്ല. ഇവിടെ വളരെ കൃത്യമായി അവർ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ പരാതിയുമായി ബന്ധപ്പെട്ട്, രേഖാമൂലമുള്ള പരാതിയുമായി ബന്ധപ്പെട്ട് അവർ AICC പ്രസിഡന്റിനെ കാണാൻ പോയെന്ന് വിചാരിക്കുക. AICC പ്രസിഡന്റിന്റെ അടുത്ത് അവർ ഈ പരാതിയുമായി ചെന്ന് പോകുന്ന സമയത്ത് അദ്ദേഹം AICC പ്രസിഡന്റ് ഈ പരാതി വാങ്ങി ആരാണ് ബന്ധപ്പെടേണ്ടതെന്ന് തിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആ ഫോണിനകത്ത് നോക്കിയാൽ ചിലപ്പോൾ രാഹുലിന്റെ മെസ്സേജ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും. മല്ലികാജി ആപ് കൈസേ ഹോ എന്ന് ചോദിച്ചുകൊണ്ട് ഖാർഗേക്കും ചിലപ്പോൾ മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവും രാഹുലിന്റെ. റേപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. ഒരു കോലിൽ തുണി ചുറ്റിയാളെ പോലും വെറുതെ വിടാത്തതാണെന്നാണ് ഇപ്പൊ തോന്നുന്നത്. കാരണം 1 2 അല്ല, നിരവധി പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വാർത്തയിലെ ആ വിവരങ്ങളൊന്ന് നോക്കൂ. നമ്മൾ ഇന്ന് പുറത്തു വന്നിട്ടുള്ള വോയിസ് നോട്ടിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു ഗർഭിണിയോട് ഇത്രത്തോളം മോശമായിട്ട്, അദ്ദേഹം എന്താ പറയുക, ഒരു മൃഗത്തിന് തുല്യമായിട്ട് ലൈംഗിക വൈകൃതം പിടിച്ച ഒരു രോഗിയെ പോലെയാണ് പെരുമാറിയിട്ടത്. ഗർഭിണിയോട് പറയുകയാണ് ഒരു ചവിട്ട് വെച്ച് തരുമെന്ന് പറയുന്നത്. ഒരു ഗർഭിണിയോട് എങ്ങനെയാണ് ഇത്ര സംസാരിക്കുവാനായിട്ട് സാധിക്കുക? ഇവിടെ പ്രത്യേകിച്ച് പ്രഗ്നൻസി പീരീഡിൽ സ്വാഭാവികമായും സ്ത്രീകളുടെ മെന്റൽ സിറ്റുവേഷൻസ് പല ഘട്ടങ്ങളിലും മാറി മാറി പോവാറുണ്ട്. ആ പ്രഗ്നൻസി പീരീഡിൽ അവരനുഭവിക്കുന്ന വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഒരു പെൺകുട്ടിയോട് ഇത്രയും മോശമായിട്ട് അദ്ദേഹത്തിന് പെരുമാറാൻ സാധിച്ചിട്ടുള്ളത്. സ്വന്തം പാർട്ടിക്കുള്ളിൽപ്പെട്ട പെൺകുട്ടികളോട്. സ്വന്തം പാർട്ടിയിലെ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു, പാർട്ടിയിൽ ഒരു നേതാവിന്റെ മകള് വിവാഹത്തിൽ നിന്ന് അവസാനം പിന്മാറി എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ആരെയൊക്കെയാണ് പറഞ്ഞു? ജിൻഡോ പറഞ്ഞു കോൺഗ്രസിന്റെ തീരുമാനത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന്. എത്ര കാലമാണ് കാത്തിരിക്കേണ്ടത്? ഇനി പുതിയ ആരെയെങ്കിലും പീഡിപ്പിക്കണമെന്നുണ്ടോ? അദ്ദേഹം ശപഥമെടുത്തിട്ടുണ്ടോ? ഞാൻ 1001 പെൺകുട്ടികളെ പീഡിപ്പിക്കാം, അല്ലെങ്കിൽ 1001 പേരെ ഞാൻ ബലാത്സംഗം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ശപഥമെടുത്തിട്ടുണ്ടോ? അപ്പോൾ
ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. വി ഡി സതീശന്റെ കയ്യിൽ ഇത്തരത്തിലൊരു പരാതി ലഭിച്ച സമയത്ത് ആ പരാതിക്ക് ഒരു പിതൃവാത്സല്യത്തോടു കൂടി പരിഹാരം കാണുന്നതിന് ഇടപെട്ടു എന്നാണ് പറഞ്ഞത്. ആ ഒരു പെൺകുട്ടിയെ 5 സ്റ്റാർ ഹോട്ടലിൽ കിടപ്പറ പങ്കിടാൻ വിളിക്കുന്ന സമയത്ത് പിതൃവാത്സല്യത്തോടു കൂടി സെറ്റിൽമെന്റ് ചെയ്യുവാനാണോ ശ്രമിക്കേണ്ടതായിട്ടുള്ളത്? അതിനെതിരെ അതിശക്തമായ നടപടിയെടുത്തുകൊണ്ട് ഈ പെണ്ണുപിടിയനായ തെമ്മാടിക്ക് അർഹമായ ശിക്ഷ അന്ന് കൊടുക്കേണ്ടതിന് പകരം ഇവരെന്താ ചെയ്തത്? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കി, പാലക്കാട് MLA സ്ഥാനാർത്ഥിയാക്കി, അങ്ങനെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന സമീപനമാണ് എടുത്തത്. ഇനി പോട്ടെ അമ്പിപ്പനെ പോട്ടെ സാറേ, ഒന്നും വിചാരിക്കല്ലേ മക്കളെ, അവനോടൊന്നും തോന്നല്ലേ.